മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ച ശബരിമലയിലെ ആ വൻ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ മുരാരി ബാബു മാത്രമല്ല പല വമ്പന്മാരും ഉടൻ തന്നെ പിടിയിലാകും. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ദേവസ്വം ബോർഡ് ഉന്നതരിലേക്കാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തിരിയുന്നത്. പ്രത്യേകിച്ചും 2019-2025 കാലയളവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുടങ്ങിയത്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, 2019 പ്രസിഡന്റായിരുന്ന A പത്മകുമാർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തമാണ് SIT വിശദമായി പരിശോധിക്കുന്നത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണങ്ങളെ തുടർന്നാണ് അന്വേഷണം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും നീളുന്നത്. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ ഹൈക്കോടതിയും SITക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2019 സ്വർണ്ണക്കൊള്ള നടന്നുവെന്നും 2025 ഈ കൊള്ള മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. സ്വർണ്ണക്കൊള്ളയുടെ പ്രധാന സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയെന്ന് കരുതുന്ന സ്വർണം കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ബോർഡ് ഉന്നതർക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ ശക്തമായ തെളിവുകൾ ആവശ്യമാണ്. ഇതിനായി SIT ദേവസ്വം ബോർഡിലെ മിനിറ്റ്സുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനുള്ള ശുപാർശകളും കത്തിടപാടുകളും ദേവസ്വം ബോർഡിലേക്കാണ് വന്നത്. മുരാരി ബാബു അടക്കമുള്ളവരുടെ കത്തുകൾ വന്നപ്പോൾ ബോർഡ് എന്ത് തീരുമാനമെടുത്തു, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള ലക്ഷ്യമിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻപേ തന്നെ ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു. തന്ത്രി കുടുംബവുമായുള്ള ബന്ധമാണ് ഇതിനെല്ലാം ഇയാൾ മറയാക്കിയത്. ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമലയിൽ വന്ന ഇയാൾ പിന്നീട് തന്ത്രി കുടുംബവുമായി കൂടുതൽ അടുക്കുകയും തന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളായി ധനികരായ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ബന്ധം ഉപയോഗിച്ചാണ് ഇയാൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിലെ ധനികരായ ഭക്തരുമായി സൗഹൃദം സ്ഥാപിച്ചതും. ഇയാൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പൂജകൾ നടത്തിയതായും SIT ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സൗഹൃദവും ബന്ധവും പറഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധന അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലുള്ള ആളുകളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമായ ഒരു സംഘവും ഇതിനായി ഉണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നപ്പോഴും ഇയാൾക്ക് ഒറ്റക്കിടപാടുകൾ നടത്താൻ കെൽപ്പുള്ള രീതിയിൽ വലിയ സമ്പത്തും ബന്ധങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളായി മാറി. ഹൈക്കോടതി ഈ കേസിൽ ഇടപെട്ടെങ്കിൽ ഒരുപക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയുടെ ഈ ഒരു വലിയ വലിപ്പം അല്ലെങ്കിൽ ഈ ഒരു വലിയ തട്ടിപ്പെന്നുള്ള രീതിയിൽ ഈ ഒരു കേസ് ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. ദ്വാരപാലക കവചങ്ങൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനായി കൊണ്ടുപോയതിലെ ചെറിയ നടപടി പിശകായി മാത്രം ഈ ഒരു കേസ് ഒതുങ്ങുമായിരുന്നു. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തിയിരുന്നു. ദേവസ്വം ബോർഡുകൾ അഴിമതിയിലും കൊള്ളയിലും മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കും വിധം ദേവസ്വം ബോർഡുകൾ മാറി വരുന്ന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാനാകില്ലെന്നും യോഗനാഥത്തിലെ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി വിമർശിച്ചു. അതേസമയം പ്രത്യേക സംഘം ആവശ്യപ്പെട്ട രേഖകൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതുവരെയും കൈമാറിയിട്ടില്ല. 1998-99 കാലത്ത് ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയടക്കം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകളാണ് അന്വേഷണ സംഘം തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ കൈമാറാത്തത്. ഇതോടെ രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകി. ഇനി സാവകാശം നൽകാനാവില്ലെന്നും ഉടൻ തന്നെ ഇതെല്ലാം ലഭ്യമാക്കണമെന്നും അന്വേഷണ സംഘം എക്സിക്യൂട്ടീവ് ഓഫീസറെയും ദേവസ്വം കമ്മീഷണറെയും അറിയിക്കുകയും ചെയ്തു. വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ കാലത്ത് ഈ ജോലികളുടെ ചുമതല ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു. ഈ ഫയലുകളാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. മഹസർ അടക്കമുള്ളവയും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നാണ് ദ്വാരപാലക ശില്പപാളിയിലടക്കം പൂശിയ സ്വർണത്തിന്റെ അളവ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചതും. ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിജിലൻസ് കൈമാറിയിരുന്നു. ഇതിന്റെ തുടർച്ചയായുള്ള മറ്റു രേഖകളാണ് പുതിയതായി ആവശ്യപ്പെട്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലും ഈ രേഖകൾ കണ്ടെത്താനായില്ല. ഇതിനായി എക്സിക്യൂട്ടീവ് ഓഫീസറെയും ദേവസ്വം കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇവർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാനത്തും ആറന്മുളയിലും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും ഈ രേഖകൾ ലഭിച്ചില്ല, അത് കണ്ടെത്താനായില്ല. ഇതോടെ രേഖകൾ നശിപ്പിച്ചെന്ന സംശയങ്ങളും പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ അന്വേഷണ സംഘം ഈ വിവരം, അതായത് രേഖകൾ നശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന ഒരു വിവരം, അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം ഒരുമിച്ചെടുത്തി ചോദ്യം ചെയ്തു. മുരാരി ബാബുവുമായി വൈകാതെ തന്നെ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും, അത് പൂർത്തിയാക്കും.
ശബരിമലയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതികളാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും. 4 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ റാന്നി കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. ആദ്യം തനിച്ചും പിന്നാലെ പോറ്റിയുടെ കൂടെയിരുത്തിയും ബാബുവിനെ SIT ചോദ്യം ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന നിർണായക വിവരം ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം അത് വിറ്റ് കാശാക്കിയെന്ന വിവരമായിരുന്നു. 476 ഗ്രാം സ്വർണം സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് വിറ്റതായാണ് SIT ദിവസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയത്. വിൽപ്പന ഗോവർദ്ധൻ സ്ഥിരീകരിക്കുകയും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതായത് സ്പോൺസർ എന്ന് അവകാശപ്പെട്ടിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശലിൽ ആകെ ചെലവാക്കിയത് വെറും 3 ഗ്രാം മാത്രമാണ്. അതായത് 56 പവനോളം ഈ ഒരു തട്ടിപ്പിൽ അയാൾ അടിച്ചെടുത്തു. ഇപ്പോഴത്തെ വിപണി വിലയിൽ ഇതിന് ഏകദേശം 50 ലക്ഷത്തോളം രൂപയുടെ മൂല്യമുണ്ട്. എന്തായാലും മുഖം നോക്കാതെയുള്ള നടപടികൾ ഈ കൊടും കൊള്ളയ്ക്ക് വിശ്വാസി സമൂഹത്തെയും മലയാളികളെയും അതുപോലെ അയ്യപ്പ ഭക്തരെയും ഒക്കെ ഒരേപോലെ വഞ്ചിച്ച് നടപ്പാക്കിയ ഈ വൻ തട്ടിപ്പിന്റെ ഭാഗമായി അവർക്ക് നേരെ ഉണ്ടാകണം. അത്തരത്തിൽ കർശന നടപടികൾ തന്നെ ഉണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്കിൽ നിന്നും മനസ്സിലാവുന്നതും. ഇവരെ ഒന്നും ഇനി പുറം ലോകം കാണിക്കാത്ത രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അതുതന്നെയാണ് എല്ലാ മലയാളികളും ഒരേപോലെ ആഗ്രഹിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.